ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നാക്കിയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കാപ്പിക്കുള്ള പരിപാടിയാണ്. ഇന്ന് ഇച്ചാനും ഈവനിങ് ഡ്യൂട്ടിയാണ്. പാച്ചോട്ടിക്ക് ഇന്ന് ഓഫാണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ കാപ്പിക്കുള്ള പരിപാടി നോക്കാം. ചായ വെക്കാം. പിന്നെന്താ, കാപ്പിക്ക് നമുക്ക് പുട്ടുണ്ടാക്കാം. ഇന്ന് പുട്ടുമ്പോഴോ എൻ്റെ എല്ലാ വ്ളോഗിനകത്ത് പുട്ടുമ്പോൾ. ഇന്നലെ നമുക്ക് പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ പാച്ചോട്ടി പുട്ട് കഴിക്കത്തില്ല. പാച്ചോട്ടി നമുക്ക് പാസ്ത എന്തെങ്കിലും ഉണ്ടാക്കാം. പാച്ചോട്ടിക്ക് പുട്ട് ആ ഒരു തരി ചെല്ലുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഓക്കാനിക്കാൻ വരുന്ന പോലെ തോന്നും. അപ്പോൾ അവൻ അതുകൊണ്ട് പുട്ടത്തല്ല, അങ്ങനത്തെ ഒരു തരിയുള്ള സാധനമൊന്നും കഴിക്കത്തില്ല. അപ്പം നമുക്ക് പാച്ചോട്ടിക്ക് പാസ്ത ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് പുട്ടും പഴം ഉണ്ടാകാം. ശരി, കൂടി മതി 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 മതിയടാ. താങ്ക് യു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. കാരണം അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്, പൊടിയൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 സെക്കൻഡ് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ കുതിർന്ന് വരും. അപ്പോൾ ഞാനത് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം ചിരട്ടപ്പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് പോകാൻ ഓൾറെഡി സമയമായി. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എൻ്റെയും പാച്ചുട്ടിൻ്റെയും കൂടെ കാപ്പിയുടെ പരിപാടി നോക്കാം. എനിക്കെന്തായാലും ഞാൻ പുട്ടുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇനി പാച്ചുട്ടിക്കുള്ള പാസ്തയും കൂടെ നമുക്ക് വേറെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് പാസ്ത ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാസ്ത ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. കുറച്ചും കൂടെ വേവാനും ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനൊരു സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോൾ അടുക്കള കയറിയാലേ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് സഹായിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ അതെടുത്ത് തരാം ഇതെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അവനങ്ങനെ വന്ന് കുറച്ച് പാലോട്ട് എടുത്ത് ഒഴിച്ച് തരുന്നുണ്ട്. ഞാനപ്പം ഒരു 1/4 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ പാലിൻ്റെ മിക്സിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അല്ലെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാച്ചുട്ടിക്ക് പൊതുവെ പാലും ചീസൊക്കെ കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ ചീസും പാലും ഒക്കെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല. പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഞാനും എൻ്റെ ഇല്ലായിരുന്നു, അത് ഓൾറെഡി തീർന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പാച്ചോട്ടി ചുമ്മാ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് സ്കൂളിൽ പോകാനെന്നൊക്കെ പറഞ്ഞ്. പോകത്തില്ല, അത് വേറെ കാര്യം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പാസ്ത ഒക്കെ റെഡി ആയിട്ടുണ്ട്. പാസ്ത ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പാച്ചോട്ടീനെയും കഴിപ്പിക്കണം, എനിക്കും കഴിക്കണം. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കണം. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് മോര് ഓൾറെഡി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്, കാച്ചിയത്. പിന്നെ കുറച്ച് ബീഫ് കൂടെ കറി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ബീഫും കറി വെച്ച് പിന്നെ കുറച്ച് ബീഫ് അധികം വാങ്ങിച്ചിട്ടുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവനത് വറുത്ത് കൊടുത്താൽ അത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണം, ബീഫ് കറി വെക്കണം, മോരുകറി ഇരിപ്പുണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടെ വെക്കണം. അപ്പോൾ ആദ്യം ഉച്ചക്കത്തേക്കുള്ള റെഡി ആക്കിയിട്ട് പിന്നെ നമുക്ക് സ്നാക്സിൻ്റെ പരിപാടി നോക്കണം. അപ്പം ഞാൻ പോയി കാപ്പ് കുടിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ അവനെ കാപ്പ് കുടിപ്പിക്കാൻ ഇച്ചിരി പാടാം. അപ്പം അത് പോയി പിന്നെ അടിയും ബഹളവും വടിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വേഗം പോയി അവനെ കാപ്പ് കുടിപ്പിച്ചിട്ട് ഞാനും കാപ്പ് കുടിച്ചിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. നമുക്ക് എന്നാൽ ബീഫ് ഒന്ന് റെഡിയാക്കി കുക്കറിലേക്ക് വെക്കാം. പിന്നെ നമുക്ക് ചോറും കുക്കറിൽ വെക്കണം. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെക്കാം. ഇതിന് ബീഫ് ഇത് കട്ട് ചെയ്തതല്ല കേട്ടോ. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചാൽ ഫ്രോസൺ ബീഫാണ്. അപ്പം ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാത്ത വരുന്ന. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കട്ട്ലേറ്റും ഉണ്ടാക്കണം, കുറച്ചെടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം, പിന്നെ കുറച്ച് കറിയും വെക്കാം, പിന്നെ മോരുകറി ഇരിപ്പുണ്ട്, പിന്നെ ഒരു തോരനും കൂടെ വെക്കണം. അപ്പം നമുക്കിന്ന് അതിൻ്റെ പരിപാടിയൊക്കെ നോക്കാം.
അപ്പം ഞാൻ ആദ്യമേ തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ വെച്ചിട്ട് ഒരു 5 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീഫൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഫ്രോസൺ ബീഫ് ആയതുകൊണ്ടേ നമ്മളൊക്കെ ഐസോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കത്ര വശവും കൂടി ഇല്ലാത്തതുകൊണ്ടും ബീഫൊന്നും ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും കട്ട് ചെയ്തല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കട്ട് ചെയ്തെല്ലാം എടുത്ത് മാറ്റി കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒരു 7-8 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആ സമയത്ത് നമുക്ക് തോരനും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. തോരന് ഞാൻ ക്യാബേജും ക്യാരറ്റും പിന്നെ കുറച്ച് സവോളയും കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരിച്ചിരി പച്ചമുളകും കൂടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കും. അപ്പോൾ പിന്നെ ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ. ഉള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ പിന്നെ ബീഫിനുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 2 അടുപ്പിലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ബീഫിനുള്ള സവോളയും കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ബീഫും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫും തോരനും ഉണ്ടാക്കാം. ബീഫും തോരനും വെക്കാനായിട്ട് 2 പാന് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2-നകത്തേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-നകത്തേക്കും കുറച്ചായിട്ട് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2-നകത്തും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫിൻ്റെ അകത്തേക്ക് മാത്രം ഞാൻ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ തോരന് കടുക് പൊട്ടിച്ചിട്ടില്ലേ, അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആ തോരൻ അരിഞ്ഞ് വെച്ച സാധനം കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫിൻ്റെ അകത്തേക്ക് ഞാൻ കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വന്ന സമയത്ത് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് സവോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊന്ന് വഴട്ടെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സമയത്ത് നമ്മുടെ തോരനുള്ളതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. സവോളയ്ക്കും തോരനുള്ളതും എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ബീഫിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പം ബീഫിൻ്റേത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഞാൻ മസാല റെഡിയാക്കുകയാണേ. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല അതെല്ലാം കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സമയം നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയം ഞാൻ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളത്തോടു കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പാലൂടെ ബാലൻസ് ഉണ്ടല്ലോ, ആ പാലും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ വെച്ചിട്ടുണ്ട്. തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറ് ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഊറ്റണം. അപ്പം ഞാൻ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാശുട്ടിനെ കുളിപ്പിക്കണം. നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അവനവിടെ അതനുസരിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവന് ചോറ് കൊടുക്കണം. ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റിനുള്ള ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറുണ്ണാനായിട്ട് അവന് ചോറുണ്ണാൻ ഭയങ്കര മടിയാണ്. എങ്ങനെയും കഴിപ്പിക്കണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ചോറുണ്ടു. ചേന വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. പാച്ചുട്ടിയും കഴിച്ചു. അപ്പം ഇനി ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് കിടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ദേ പാച്ചുട്ടി അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സമയമൊക്കെ ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീറ്റ് പാച്ചുട്ടി എണീറ്റിട്ടില്ല. പാച്ചുട്ടി എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കട്ട്ലേറ്റിനുള്ള ഓൾറെഡി കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് കിടന്നത്. ബീഫും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആ പരിപാടി നോക്കാം. അപ്പോൾ കട്ട്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്ത സവോളയാണേ. എന്നിട്ട് സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നപ്പോഴത്തേക്കിനും അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പശുവിനും കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലാം ഇടുന്നുള്ളൂ. ജസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കിനും നേരത്തെ ബീഫൊക്കെ ഒന്ന് കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് ഒന്ന് തണുപ്പിച്ച് അതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
എന്നിട്ട് ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കിനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചിട്ട് പിന്നെ നമ്മളതൊന്ന് ബോളാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലേറ്റിന് ഉള്ള ഇതിലാക്കി എടുക്കാം. മോൾഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാകും കേട്ടോ. എൻ്റെ മോൾഡൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ പരത്തി കുറച്ചധികം ആക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിതിന് ഇന്ന് മുട്ടയിലൊക്കെ മുക്കി ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കി വെക്കുക എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വറുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഒരു ഫ്രൈക്കൊക്കെ പോയാൽ നമുക്കൊരു കട്ട്ലേറ്റ് വറുത്താണെങ്കിലും മതിയാവുമല്ലോ ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. കട്ട്ലേറ്റ് ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത് 20 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനിവിടെ ഇരിക്കട്ടെ, കുറച്ചും കൂടെ ബാലൻസ് ബാക്കിയുണ്ട് നമ്മൾ ആ ഒരു ഫില്ലിങ്സ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈയിടെ പോയപ്പോഴത്തേക്കിനും നമ്മൾ ഇവരുടെ ഈ സ്വിറ്റ്സിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സമൂസയുടെ ഷീറ്റ്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് കുറച്ച് ഫില്ലിങ്സ് ഇതിനകത്തേക്ക് വെക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി, ആവശ്യത്തിന് വറുത്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതും കൂടെ കുറച്ച് പിടിച്ച് വെക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഷീറ്റ് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം സമൂസയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മൈദാമാവ് ഇച്ചിരി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം എല്ലാം ഒന്ന് സമൂസയൊക്കെ ഒന്ന് ഷീറ്റിൽ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ സമൂസയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര കണ്ട് കറക്റ്റായിട്ട് വന്നു എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഒരുവിധം നമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 11 കിട്ടി കേട്ടോ. ബാലൻസ് എണ്ണ മാവിന്ന് വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. എന്താ കേട്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. എങ്ങനെയാവും അറിയത്തില്ല ഇനി വറുത്തെടുക്കുമ്പം. അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ ഞാൻ കട്ട്ലേറ്റ് എല്ലാം ഒന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു കേട്ടോ. അടുക്കിപ്പുറക്കും ഒതുക്കലും കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. 10 മണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, പിന്നെ സിനിമ കാണണം. അപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് സിനിമ കാണണം. അപ്പം ഞാനെന്നാൽ വേഗം പുട്ടുണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കട്ടെ. രാവിലെ പുട്ടായതുകൊണ്ട് തന്നെ വൈകിട്ടും പുട്ട് കഴിക്കാൻ കുറച്ച് മടിയൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് നമുക്ക് ബീഫ് പുട്ടുണ്ടാക്കാം. അപ്പോൾ പുട്ടുപൊടി കുറച്ച് നനച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ആ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ട് നടുക്കൊന്ന് ബീഫിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പൊടിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടും ബീഫും സമൂസയും കട്ട്ലേറ്റും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സിനിമയൊക്കെ ഇടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ സിനിമ വെച്ചിട്ട് അത് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് കിടക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ കഴിയും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.